ആധാർ സേവനത്തിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് തല മറക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം അക്ഷയ സംരംഭകർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ വിവാദമാവുന്ന ഒന്നാണ്. ഇന്ന് മാതൃഭൂമിയിലാണ് ആലപ്പുഴയിൽ നിന്നും രാജേഷ് രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഫോട്ടോയിൽ മുഖം വ്യക്തമാകാത്തതിനാൽ ഒരുപാട് അപേക്ഷകൾ നിരസിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇനി മുതൽ തല മറക്കുന്ന ഫോട്ടോകൾ ആധാറിന് വേണ്ടിയിട്ട് എടുക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഈ നിർദ്ദേശം ലംഘിച്ചാൽ ആധാർ ഓപ്പറേറ്റർക്ക് ഇനി 1 വർഷം സസ്പെൻഷനും പിഴയും ശിക്ഷയും ലഭിക്കുമെന്നാണ് ആധാർ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അതായത് തലയൊക്കെ മറക്കുന്ന സ്ത്രീകൾ ഫോട്ടോ എടുക്കുമ്പോൾ മുഖം മുഴുവനും വ്യക്തമായാൽ മതിയെന്നും തല മറഞ്ഞിരിക്കാമെന്നായിരുന്നു നേരത്തെ ആധാർ അതോറിറ്റിയുടെ വ്യവസ്ഥ. അതായത് തല ഇങ്ങനെ മറക്കുക, ചെവി ഇങ്ങനെ പുറത്ത് കാണിച്ചാൽ മതി എന്നായിരുന്നു. മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടോ പരമ്പരാഗത ആചാരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തലപ്പാവ്, തൊപ്പി എന്നിവ ഇട്ട് ഫോട്ടോ എടുക്കാനൊക്കെ അനുവദിക്കും ചെയ്തിരുന്നു മുമ്പ്. എന്നാൽ ഇത്തരത്തിൽ ഫോട്ടോ എടുത്ത് നൽകിയ പല അപേക്ഷകളും കൂടുതലായിട്ട് ഇപ്പോൾ നിരസിക്കപ്പെടുകയാണ്. ഇതെന്താണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെ ഈ മുഖത്തിന് പുറമെ ചെവിയും നെറ്റിയൊക്കെ കാണത്തക്ക വിധം ഫോട്ടോ എടുക്കാൻ പിന്നീട് പരിശീലനം നൽകിയപ്പോൾ അതിലൂടെ ആധാർ ഫോട്ടോകൾ കൃത്യമായി കിട്ടുകയും ആധാർ സേവനമൊക്കെ ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ചില അപേക്ഷകൾ നിരസിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇനി മുതൽ തല തന്നെ മറക്കണ്ട, തൊപ്പി ധരിക്കരുത്, തലപ്പാവ് ധരിക്കരുത്, ഇങ്ങനെ അതായത് ഒരു ഉസ്താദിന് തലപ്പാവ് ധരിക്കാൻ പാടില്ല, തൊപ്പി ധരിക്കാൻ പാടില്ല, ഒരു മുസ്ലിം സ്ത്രീ ആണെങ്കിൽ തല മറക്കുന്ന രീതിയിലും പാടില്ല എന്നൊരു നിർദ്ദേശം ഇപ്പോൾ ആധാർ അതോറിറ്റി പുറത്തുവിട്ടുള്ളത്. ഈ അപേക്ഷ നൽകാനെത്തുന്ന സ്ത്രീകളോട് തല മറക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പറയും എന്നുള്ളതാണ് അക്ഷയ സംരംഭകരുടെ ഒരു ചോദ്യം. ഇക്കാര്യം അവർ അക്ഷയ പ്രൊജക്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്താമെന്നാണ് അവർ അറിയിച്ചത്. ഏതായാലും പുതിയൊരു നിർദ്ദേശം രേഖാമൂലം സർക്കുലറായിട്ട് ഇതുവരെ ഇറക്കിയിട്ടില്ല. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കൊടുത്തൊരു സന്ദേശമാണ്. ഇതൊരു വലിയ വിവാദമാകും. കാരണം മുസ്ലിം സ്ത്രീകൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മുഖം മറക്കുന്നത്, മുഖമല്ല തല മറക്കുന്നത്. അതൊക്കെ മാറ്റിയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോ വേണമെന്നുള്ളതാണ് ആധാർ സേവനത്തിൻ്റെ ഭാഗമായുള്ള പുതിയ നിർദ്ദേശം. ഏത് രീതിയിലാണത് പിന്നീട് ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരേണ്ടതുണ്ട്. ഒരാൾക്ക് ഇപ്പോൾ ഈ ഒരു മുഖം കാണിക്കുമ്പോൾ തന്നെ ചെവിയും നെറ്റിയും ഇതൊക്കെ കാണിച്ചാൽ തന്നെ മുമ്പും ആധാർ സേവനത്തിൻ്റെ ഭാഗമായിട്ട് അപേക്ഷകൾ നടക്കുമായിരുന്നു. അപ്പോൾ ഇനി അത് പാടില്ല എന്ന് പറയുന്നത് വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലേക്കാണ് അത് കാര്യങ്ങൾ എത്തുക.